ഹലോ, ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ അരുണാചലിലെ കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്യുന്നത് കാണിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് കുക്ക് ചെയ്തെടുത്തതെന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. ഈ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നത് ബീഫിന്റെ വയറും പിന്നെ അതിന്റെ ബ്രെയിനും ഇന്റേണൽ പാർട്സും ഒക്കെയാണ് കേട്ടോ. അരുണാചലിലെ മോസ്റ്റ് ഓഫ് ദ ട്രൈബ്സ് അവർക്ക് മീറ്റ് കഴിക്കുന്നതിൽ കൂടുതൽ താല്പര്യം ഇതുപോലെ അതിന്റെ പാർട്സും പിന്നെ മീറ്റ് തന്നെയാണെങ്കിലും അത് പുകച്ചിട്ടൊക്കെ കഴിക്കാനായിട്ടാണ്. ഇത് അരുണാചലിലെ അപ്പത്താനി ട്രൈബിന്റെ ഒരു വേ ഓഫ് കുക്കിംഗ് ആണേ. പാർട്സ് എല്ലാം കട്ട് ചെയ്ത് അതിൽ ഉപ്പും ചതച്ച മുളകും മാത്രമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. യൂഷ്വലി ഇവരൊരു ഡ്രൈ ബാമ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്, പക്ഷെ ഇന്ന് അതും ആഡ് ചെയ്തിട്ടില്ല. എന്നിട്ട് ഇത് മുളയിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കും. പിന്നെ ഇത് അടയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ഇലയാണ് കേട്ടോ. ഇപ്പൊ കണ്ടതിൽ അയിപ്പത്തെയാണ് പ്രസ് ചെയ്ത് അടച്ചു വെച്ച് കൊടുത്തത്. പിന്നെ കുറച്ചെണ്ണത്തിൽ പാർട്സും അതിന്റെ കൂടെ തന്നെ ചോറോടെ ഇട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ തീയുടെ അടുത്ത് ഇങ്ങനെ നിരത്തി വെച്ച് അത് കുക്ക് ചെയ്തെടുക്കും. ഒരു 1.5-2 മണിക്കൂർ കൊണ്ട് എല്ലാം കുക്കായി കിട്ടും കേട്ടോ. മസാലയൊക്കെ ഇട്ട് നമ്മൾ കഴിക്കുന്ന പോലെ കറി വെക്കുന്നതിലും ഇവർക്ക് താല്പര്യം ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഫുഡ് ഈസ് എ ഹാബിറ്റ്. നമ്മളും കുട്ടിക്കാലം തൊട്ട് ഇതാ കഴിച്ചു വരുന്നതെങ്കിൽ നമുക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ശരി, കൂടുതൽ നോർത്ത് ഈസ്റ്റ് വിശേഷങ്ങളായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.